നമ്മൾ പ്രദീപിന്റെ വീട്ടിലെ കലാകാരന്മാരുണ്ട്. അതിലൊന്ന് അഷ്ന, നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചവരാണ് കേട്ടോ. അഷ്ണയുടെ വീട് എവിടെയാ? നിലമ്പൂരാണ്. നിലമ്പൂരിൽ നിന്നാണ് അഷ്ന നമുക്കൊപ്പം പാട്ട് പാടാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ കുറെ നാളുകൾക്ക് മുമ്പ് അല്ലേ, കോവിഡിന്റെ സമയം കഴിഞ്ഞിട്ടാണോ? കോവിഡിന്റെ സമയത്ത് വൈറലായ പാട്ടുകാരിയാണ് അഷ്ന. അന്ന് അഷ്നയെ വൈറലാക്കിയത് ഒരു ഇംഗ്ലീഷ് പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? കുറെ പാട്ടുണ്ട് അല്ലേ? അപ്പം അഷ്ന ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും. ഏത് പാട്ട് ആദ്യം പാടാൻ പോകുന്നത്? ഒരു കാറ്റ് വിളിക്കൂ, കൈ പിടിച്ചു വിളിക്കൂ. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും, മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓല ഞാലിക്കിളിയേ. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടുചോലക്കിളിയേ. ഇംഗ്ലീഷ് പാട്ടായിരുന്നു പാടിയത്, ഒരു വൈറൽ പാട്ട്. Baby, calm down, calm down. Girl, this your body, put in my heart for look down, oh look down. Girl, you sweet like Fanta, Fanta. If I tell you say I love you, you know that for me, young girl, oh young girl. Oh no, tell me no, 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 oh, 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 oh. Baby, come give me a lo, 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 oh, 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 oh. Got me like whoa, 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 whoa. Okay. നിലമ്പൂരിലെ അഷ്ന സക്കീർ ഇങ്ങനെ ഈ പാട്ടൊക്കെ എവിടുന്നാ വരുന്നത്? ആരാണ് ഇതിന്റെ ഒരു പിന്തുണ? പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പാരമ്പര്യമായിട്ട് കിട്ടി. വാപ്പ പാടുവോ? ആണോ? വാപ്പയും മോളും കൂടി ഒരുമിച്ച് പാട്ടൊക്കെ ഉണ്ടോ? റീലുണ്ടോ? രണ്ടുപേരും കൂടെ റീലുണ്ട്. വാപ്പയും മോളും കൂടി ഒരുമിച്ച് പാട്ട് പാടാനുണ്ടോ? ആണോ? അപ്പൊ പാട്ട് പാടി റീലാക്കണം അല്ലേ? അപ്പൊ അഷ്ന സക്കീറാണ് നമുക്ക് വേണ്ടി പാട്ട് പാടി. ഇനി ഉണ്ണി നമുക്കൊപ്പം ഉണ്ട്. ഉണ്ണി മൈക്കൊന്ന് കൊടുത്തേ. ഉണ്ണിയെ കുറിച്ച് പറഞ്ഞാൽ ഉണ്ണി 2 ശബ്ദത്തിലും പാട്ട് പാടും അല്ലേ? തീർച്ചയായിട്ടും. ഉണ്ണി നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ആ വിസ്മയം ഞാൻ പറഞ്ഞറിയിക്കുന്നതിൽ ഒരു പ്രകടനത്തിലൂടെ നമ്മൾ കേൾക്കാം. പ്രദീപേ, ഒരു അത്ഭുതം കാണാൻ പോവാ കേട്ടോ. സർപ്രൈസ് നമുക്ക് നേരെ പൊളിക്കാം. രാജാവിൻ പാർവൈ രാണിയം പക്കം, കൺ തേടുത് സ്വർഗം, കൈ മൂടുത് വെക്കം, പൊന്മാலை മയക്കം, പൊന്മാலை മയക്കം. രാജാവിൻ പാർവൈ രാണിയം പക്കം, കൺ തേടുത് സ്വർഗം, കൈ മൂടുത് വെക്കം, പൊന്മാலை മയക്കം, പൊന്മാலை മയക്കം. ராணியின் முகமே ரசிப்பதில் சுகமே, ராணியின் முகமே ரசிப்பதில் சுகமே. பூரண நிலவோ புன்னகை மலரோ, பூரண நிலவோ புன்னகை மலரோ. அழகினை வாடித்தேன், அமுதத்தை குடித்தேன், அணைக்க துடித்தேன். ராஜாவின் பார்வை ராணியம் பக்கம், கண் தேடுது சொர்க்கம், கை மூடுது வெக்கம், பொன்மாலை மயக்கம், പൊന്മാലി മയക്കം. രണ്ടാമത്തെ പാട്ട് പാടിയ ആളെ പ്രേക്ഷകർ തേടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഒറ്റ തൊണ്ടയിൽ നിന്ന് വന്നതാ അല്ലേ? ഇത് എന്താ മനസ്സിലായത് ഈ രണ്ട് ശബ്ദത്തിലും പാട്ട് പാടാൻ പറ്റുമെന്ന്? അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ. ആണോ? അതെ. ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ മാറിപ്പോകാറുണ്ടോ? ഭാര്യയുടെ സംസാരിക്കുമ്പോൾ ഇല്ല ഇല്ല ഇല്ല. കളിപ്പിക്കാറുണ്ടോ? പ്രാങ്ക് വഴി ഭാര്യയ്ക്ക് ഇത്ര കലാപരിപാടി എന്തെങ്കിലും ഉണ്ടോ? പാട്ട് ഡാൻസ് പരിപാടി? ഇല്ല ഇല്ല ഇല്ലില്ല. ഡാൻസ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇദ്ദേഹം ഈ സ്ത്രീ ശബ്ദത്തിൽ പാടുന്നതാണോ പുരുഷ ശബ്ദത്തിൽ പാടുന്നതാണോ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്ത്രീ ശബ്ദമാണോ കൂടുതൽ ഇഷ്ടം? അത് കൊള്ളാലോ. നല്ല കട്ട വീശയും താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഹലോ എന്ന് പറയുന്ന സമയത്ത് കൊള്ളാം. അപ്പം വേറെ ഏത് പാട്ട് പാടിയാ ഞെട്ടിച്ചത് ഇത് കൂടാതെ? വേറെ ഒരുപാട് പാടുകൾ. ഒരു സാമ്പിൾ പീസും കൂടെ നമുക്ക് നോക്കൂ. സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും ഒരേപോലെ പാട്ടിന് വഴങ്ങുന്ന അപൂർവ വ്യക്തികളുടെ ഒരാളാണ് അല്ലേ? ഉണ്ണിയുടെ മുഴുവൻ പേര് എങ്ങനെയാ? ഉണ്ണി മലപ്പുറം. എനിക്കൊന്ന് കുറച്ച് റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ? റിയാലിറ്റി ഷോയിലൂടെ ഉണ്ണി മലപ്പുറത്തെ പരിചയമുണ്ട്. അപ്പൊ ഒരു പാട്ട് കൊള്ളാം, നമുക്കൊന്ന് പാടാം. സംഭവം കൊള്ളാല്ലേ?
ഏതാ പാടാ? ഏത് പാട്ടാ? ആ അതിനിടയ്ക്ക് ചില മെസ്സേജുകൾ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വരുമോ, നല്ല സംഭാരം തരാം എന്ന് മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. താങ്ക് യു മുഹമ്മദ് കുട്ടി. പ്രദീപിൻ്റെ വീട്ടിൽ നിന്ന് ഇഡ്ഡലി സാമ്പാർ നമുക്ക് കഴിക്കണം. മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സംഭാരം കഴിക്കാം. താങ്ക് യു. സനിൽ ദെൻ ബലൂൺസ് അരുൺ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാമായിരുന്നു എന്ന് പറയുന്നത്. അയ്യോ വേണ്ട, അതൊക്കെ വേറെ പണികളാണ്. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി നമുക്ക് പാടാം, ജാനകിയമ്മയുടെ അല്ലേ. അതിനുശേഷം ഒരു വാർത്തയുണ്ട്. ദിലീപ് ദേവസ്യ തയ്യാറാണ് ആ വാർത്തയുമായി. വാർത്തയ്ക്ക് മുമ്പ് ഒരു പാട്ട്. കുരുന്നു ചുണ്ടിലോ പരന്ന പാൽമണം, വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലും, നുറുങ്ങു കൊഞ്ചലിൽ വളർന്ന മോഹവും ഒരമ്മ തന്മനം, കുരുന്നു ഹാസനം ആനന്ദത്തിനിമ്പത്തേരിൽ ഞാനീ മാനത്തുടങ്ങിങ്ങൊന്നോടിക്കോട്ടെ, മാനത്തിങ്ങോ പോയി പാത്തു നിൽക്കും മാലാകപ്പൂ മുത്തെ ചോദിച്ചോട്ടെ, പൂങ്കവിൽ കിളുന്നിൽ ഞാൻ ചാന്തു കൊണ്ടു ചാർത്തിടാം, എന്നുണ്ണിക്കൻ പൊട്ടും കണ്ണും പെട്ടാപത്തും നീട്ടിടായതടാ, ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലൻ എണ്ണ തീപ്പിക്കുമ്പോ പാടടി. ഓക്കെ, ഗംഭീരായില്ലേ ഉണ്ണി. കൺഗ്രാറ്റുലേഷൻസ് ഉണ്ണി. അപ്പോൾ ഉണ്ണി ഈ സ്ത്രീ ശബ്ദത്തിലൊന്നും ഭാര്യ എടുത്ത് എങ്ങനെയാ സംസാരിക്കുക? അങ്ങനെ സംസാരിക്കാറുണ്ടോ നിങ്ങൾ ഇടയ്ക്ക്? ഇല്ല ചായ വേണം എന്ന് പറയാറുണ്ടോ? ഇല്ല അങ്ങനെ പറയാറില്ല. ഓക്കെ, അപ്പോൾ ഗംഭീരായി കേട്ടോ ഉണ്ണി. അല്ലേ, ഗംഭീരായില്ലേ പ്രദീപ്? മൈക്ക് എന്തോ പറയാൻ വന്നു? നമ്മൾ ഈ വീട് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പ്രതിഭേട്ടൻ ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു ലക്ഷദ്വീപിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട